റൗണ്ടപ്പിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. വാഹനങ്ങൾക്ക് തീയിട്ടു, കല്ലേറുണ്ടായി. പോലീസ് സാഹചര്യം നിയന്ത്രിക്കുകയാണെന്നും ജനങ്ങൾ ശാന്തരായിരിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, കേന്ദ്രമന്ത്രിമാരടക്കം ജനങ്ങളോട് ശാന്തരാകണമെന്ന് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ഥിതിഗതികൾ എങ്ങനെ? ഗൂഗിൾ ഇന്ന് വൈകിട്ട് രാത്രി ഏതാണ്ട് 7 മണിയോടെയാണ് പെട്ടെന്ന് വലിയ തരത്തിലുള്ള ഒരു സംഘർഷം ഈ പ്രദേശത്ത് നാഗ്പൂരിൽ ഉണ്ടാവുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നൊരു ആവശ്യവുമായി ബജ്രംഗ് ദളും VHPയും ഒക്കെ രംഗത്തുണ്ട്. അവർ ഇന്ന് ഒരു പ്രതിഷേധ പരിപാടി സംസ്ഥാന വ്യാപകമായി നടത്തുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി നാഗ്പൂരിലും ചില പരിപാടികൾ നടന്നു. ഈ പരിപാടിയിൽ വെച്ച് ഒരു മതവിഭാഗത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ചില നടപടികൾ ഉണ്ടായി എന്നൊരു അഭ്യൂഹം വൈകിട്ടോടെ വലിയ തോതിൽ പ്രചരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വലിയ തരത്തിൽ ആളുകൾ സംഘടിക്കുകയും രണ്ട് വിഭാഗങ്ങളെ തിരിഞ്ഞ് വലിയ തരത്തിൽ കല്ലേറും വാഹനങ്ങൾക്ക് തീയിടുന്ന അടക്കമുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. ഇതിനിടെ ഇത് നിയന്ത്രിക്കാൻ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 6ഓളം പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് പ്രാഥമിക വിവരം. ഈ സംഖ്യ ഒരുപക്ഷെ ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട്. ടിയർ ഗ്യാസ് ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ, ഈ സംഘർഷം ഉണ്ടാക്കുന്ന ആളുകളെ പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസ് നടത്തി. കുറച്ചുപേരെ കരുതൽ തടങ്കലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് സേനയെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്. അഭ്യൂഹങ്ങളിൽ വിശ്വസിച്ച് പ്രകോപനം സൃഷ്ടിക്കരുതെന്നും പോലീസ് ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. ഒപ്പം സ്ഥലത്തെ MP കേന്ദ്രമന്ത്രി കൂടിയായ നിതിൻ ഗഡ്കരി അടക്കമുള്ള ആളുകൾ ഇത്തരം അഭ്യൂഹങ്ങൾ വിശ്വസിച്ച് ഈ സംഘർഷങ്ങളിലേക്ക് പോകരുതെന്നും ശാന്തരായിരിക്കണമെന്നുള്ള അഭ്യർത്ഥന നടത്തുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ കർശന നടപടി എടുക്കും എന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പറയുന്നു. ഗൂഗിൾ ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി നടപടി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ നിയമനം അസാധുവാക്കിയ കോടതി കമ്മീഷന് നിയമസാധുതയില്ലെന്നും വ്യക്തമാക്കി. ഭൂമി വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. എന്നാൽ മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് സാധിക്കില്ല. മുനമ്പത്തേത് വഖഫ് വസ്തുവകയെന്ന് വഖഫ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ട്. വഖഫ് ട്രിബ്യൂണലിന് മുന്നിലുള്ള വിഷയത്തിൽ അന്വേഷണം നടത്താനാവില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അതേസമയം ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനുള്ള സർക്കാർ തീരുമാനം നീതിയുക്തമല്ലെന്നും കമ്മീഷൻ നിയമനത്തിൽ സർക്കാർ യാന്ത്രികമായി തീരുമാനമെടുത്തുവെന്നും കോടതി കുറ്റപ്പെടുത്തി. മനസ്സിരുത്തിയല്ല സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത്. നിയമനത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ സർക്കാരിനായില്ല. വഖഫ് ഭൂമിയെന്ന് കണ്ടെത്തിയ വസ്തുവിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താനാവില്ലെന്നും വഖഫ് ബോർഡ് തീരുമാനമോ വഖഫ് നിയമമോ സർക്കാർ പരിഗണിച്ചില്ലെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം റദ്ദാക്കിയതിനെതിരെ സർക്കാർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഹർജി വന്നതോടെ മുനമ്പം കമ്മീഷന്റെ പ്രവർത്തനം നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നുവെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. 156 ദിവസം പിന്നിട്ട റിലേ നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അവകാശം സർക്കാരിനുണ്ടെന്ന് കോടതി പറയുമ്പോഴും വിധി പരിശോധിച്ച് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ്. താമസിക്കുന്നവർക്ക് നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി. ഇപ്പോൾ ഗവൺമെന്റ് കണ്ടിരുന്നത് അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിയമപരമായിട്ടുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിധി അത് വിശദമായി നോക്കി ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചാണ് സഹകരിക്കാൻ തീരുമാനിച്ചതെന്നും സമരം ശക്തമാക്കുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി. ഞങ്ങളുടെ ജീവൻ ഇവിടെ പണയം വെക്കേണ്ടി വന്നാലും രക്തച്ചൊരിച്ചിൽ ഇവിടെ ഉണ്ടാകേണ്ടി വന്നാലും ഞങ്ങൾ പോരാടും. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ. ഞങ്ങളുടെ സ്ഥലം, ഈ മണ്ണ് വിട്ട് ഞങ്ങൾ പോകൂല. സർക്കാരിന്റെ കള്ളക്കളി പുറത്തുവന്നെന്ന പ്രതിപക്ഷ വിമർശനം. എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാവരും ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥതക്ക് സർക്കാരിന് വിട്ടുകൊടുത്തിരിക്കെ അത് അവധാനപൂർവം സർക്കാർ ചെയ്യേണ്ടതായിരുന്നു. അതിന് അടിയന്തര നടപടി എടുക്കേണ്ടതും അതുകൊണ്ട് തന്നെ സർക്കാരാണ്.
പിണറായിയുടെ മുഖത്തേറ്റ പ്രഹരമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഇനി എന്തു വേണമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. 610 കുടുംബങ്ങളാണ് മുനമ്പത്ത് കുടിയിറക്കൽ ഭീഷണി നേരിടുന്നത്. മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളെന്ന് ആവർത്തിക്കുമ്പോഴും പ്രശ്നപരിഹാരം ഇനിയും അകലെയാണ്. ന്യൂസ് ഡെസ്ക് 24. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കേരള ഹൌസിലെ കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ പാലമായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധനമന്ത്രിയുമായുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനാണ് ക്ഷണിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയണമെന്ന രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ മാസം 10-ന് ഡൽഹിയിലെ കേരള ഹൌസിലായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള മുഖ്യമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കൂടി ചുമതലയുള്ള ധനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികമെന്ന് പറയാനാകില്ല. എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങളോട് തുറന്നു പറയണം എന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, നിങ്ങൾ പറയണം, എന്താണ് നിങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായിട്ട് എന്ത് ചർച്ച ചെയ്തു? അതിനകത്ത് കേരളത്തിന്റെ ഗവർണർ ഒരു പാലമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ തെറ്റ് പറയാൻ കഴിയുമോ? ഗവർണറുടെ വിരുന്നിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പാർട്ടി യോഗത്തിന് ഡൽഹിക്ക് തിരിച്ച താനും ഗവർണറും ഒരേ വിമാനത്തിലാണ് പോയത്. MP-മാർക്ക് ഗവർണർ ഒരുക്കിയ വിരുന്നിൽ തന്നെയും ക്ഷണിച്ചു. അപ്പോൾ ധനമന്ത്രിയുടെ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗിലേക്ക് ഗവർണറെ താനും ക്ഷണിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വരുന്നുണ്ട്, നിങ്ങൾക്കും വരാൻ പറ്റുമെങ്കിൽ സൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. വരാമെന്ന് പറഞ്ഞു. അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അപ്പം അദ്ദേഹം ഇട്ട പാലത്തിലൂടെ ഞാൻ അങ്ങോട്ട് പോയതല്ല. ഇങ്ങനെ നടന്നപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു, അദ്ദേഹം വന്നു. BJP സർക്കാരിനോടുള്ള നിലപാടിൽ വെള്ളം ചേർത്തെന്ന രമേശ് ചെന്നിത്തലയുടെ വിമർശനത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ഓരോ സാഹചര്യത്തെയും അപഗ്രഥിച്ചാണ് CPIM വിലയിരുത്തൽ നടത്തുന്നത്. രാഷ്ട്രീയ നെറികേട് കാണിക്കുന്നവരല്ല CPIM. ഛിദ്രശക്തികൾ തലപൊക്കാത്തതും വർഗീയ ശക്തികൾ കൽപ്പിക്കാൻ ധൈര്യപ്പെടാത്തതുമായ ഭരണത്തിന് ആത്മധൈര്യം വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോപണത്തിന്റെ കരിമ്പുക ഉയർത്തി പ്രതിപക്ഷം സർക്കാരിനെ അവഹേളിക്കുകയാണെന്നും ഇനിയെങ്കിലും തെറ്റ് തിരുത്തി മാപ്പ് പറയാൻ അവർ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരവുമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ആശാ വർക്കേഴ്സ്. ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം. പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി. അതിനിടെ കനത്ത ചൂടിൽ സമരം ചെയ്ത 8 ആശമാർ തളർന്നു വീണു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിന് മുന്നിൽ സമരശൈലി മാറ്റി ആശാ വർക്കേഴ്സ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ വ്യാഴാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കും. മാർച്ച് 20-ാം തീയതി മുതൽ ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഈ സമര കേന്ദ്രത്തിൽ തന്നെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അനിശ്ചിതകാല നിരാഹാരം 20-ാം തീയതി രാവിലെ 11 മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും. ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ സ്ത്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ ഒരു സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. സമരത്തിന്റെ 36-ാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചാണ് സമരം ശക്തമാക്കിയത്. NHM ഏർപ്പെടുത്തിയ പരിശീലന ക്ലാസ് ബഹിഷ്കരിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരപ്പന്തലിലേക്ക് എത്തിയത്. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി. വൈകിട്ട് 5 മണിക്കാണ് ഉപരോധം അവസാനിപ്പിച്ചത്. കനത്ത ചൂടിൽ 8 ആശാ വർക്കേഴ്സ് സമരവേദിയിൽ തളർന്നു വീണു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വൈകിട്ടത്തെ വേനൽമഴയിലും സമരചൂടിന് കുറവില്ലായിരുന്നു. ഇതിനിടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 51 ഗുണഭോക്താക്കൾ സമ്മതപത്രം നൽകി. ടൗൺഷിപ്പിൽ വീടിനായി 47 പേരും സാമ്പത്തിക സഹായത്തിനായി 4 പേരുമാണ് സമ്മതപത്രം നൽകിയത്. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് മാർച്ച് 24 വരെ സമ്മതപത്രം നൽകാം. ടൗൺഷിപ്പിൽ വീട് വേണോ സാമ്പത്തിക സഹായം വേണോ എന്നത് സംബന്ധിച്ച ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20-ന് പ്രസിദ്ധീകരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിക്കും. ഈ മാസം 30-ന് നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തും. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് നരേന്ദ്രമോദി RSS ആസ്ഥാനം സന്ദർശിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം പ്രധാനമന്ത്രി വേദി പങ്കിടും.
രാജ്യത്തെ മുൻനിര ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നായ KLM ആക്സിവ ഫിൻവെസ്റ്റിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ബിസിനസ് കോൺക്ലേവ് കോഴിക്കോട് നടന്നു. KLM ആക്സിവ ഫിൻവെസ്റ്റ് ചെയർമാൻ TP ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ MP ജോസഫ് അധ്യക്ഷനായിരുന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷിബു തെക്കുംപുറം ആമുഖ പ്രഭാഷണം നടത്തി. ഇന്ത്യാസ് ഡിക്കേറ്റ് എന്ന പ്രമേയത്തിലായിരുന്നു കോൺക്ലേവ്. CEO മനോജ് രവി കോർപ്പറേറ്റ് പ്രസന്റേഷൻ നടത്തി. രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. അക്രമത്തിനും ലഹരിക്കുമെതിരെ ജനകീയ പ്രതിരോധം SKN40. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN40 കേരള യാത്രയ്ക്കൊപ്പം അണിനിരന്ന് കേരളം. 24ന്റെയും സർക്കാരിന്റെയും ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നിരുപാധിക പിന്തുണയെന്ന് യാത്രയുടെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ ലഹരിക്കെതിരെ പോരാടണമെന്നായിരുന്നു ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ആഹ്വാനം. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA-മാരായ PC വിഷ്ണുനാഥ്, VK പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരും SKN40 കേരള യാത്രയിൽ പങ്കാളികളായി. ലഹരിക്കും അക്രമത്തിനുമെതിരെ SKN നയിക്കുന്ന കേരള യാത്രയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായ പിന്തുണ. യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടേണ്ട സമയമാണിതെന്നും പറഞ്ഞു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഈ ഒരു വിഷയത്തിൽ നടത്തുന്നതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു കാര്യം അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഉത്കണ്ഠയും ഭീതിയും ഒരു പരിധിവരെ നല്ലതാണ്, വളരെ കെയർഫുൾ ആകാൻ വേണ്ടിയിട്ട് ഉള്ളത് നല്ലതാണ്. അങ്ങനെ ശ്രദ്ധിച്ച് ഒരു വലിയൊരു മൂവ്മെന്റ് ഉണ്ടായി കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണ്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയമില്ലെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. അതിന്റെ നന്മയുടെ ഒരു ലക്ഷ്യത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ദുഷ്ടലാക്കൊണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമില്ല, അതിൽ കുറ്റവാളികളെ പിടിക്കുക എന്നുള്ളതാണ്. വിമർശനങ്ങളുണ്ടെങ്കിലും മുഖ്യമന്ത്രി ആത്മാർത്ഥമായി മുന്നിട്ടിറങ്ങിയാൽ പിന്തുണ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 9 വർഷം മുഖ്യമന്ത്രിയായിരുന്നിട്ട് ലഹരിക്കെതിരെ ഒന്നും ചെയ്യായിരുന്ന ഒരാള് ഇപ്പൊ ഞങ്ങളങ്ങ് എല്ലാം മറിച്ചുകളെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, പ്രവർത്തിച്ച് കാണിക്കട്ടെ. MLA-മാരായ PC വിഷ്ണുനാഥും VK പ്രശാന്തും SKN നയിക്കുന്ന യാത്രയുടെ ഭാഗമായി. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ കാണാക്കാഴ്ചകൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച് SKN40 പര്യടനം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാത്രം പ്രത്യേകതയായ ഓട്ടോമേറ്റഡ് ക്രെയിൻ സിസ്റ്റത്തിന്റെ പ്രവർത്തന സംവിധാനങ്ങൾ ഉൾപ്പെടെ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. പാരിസ്ഥിതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ 2ാം ഘട്ട ശേഷി വർദ്ധിപ്പിക്കൽ ഉടൻ ആരംഭിക്കുമെന്ന് വിഴിഞ്ഞം തുറമുഖ MD ദിവ്യ S. അയ്യർ 24നോട് പറഞ്ഞു. കേരളത്തിന്റെ വരുംകാല വികസന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ 24 സംഘത്തെ വിഴിഞ്ഞം പോർട്ട് മാനേജ്മെന്റ് സ്വീകരിച്ചു. SKN40 എന്ന് പറയുമ്പോൾ 40 വയസ്സായ SKN എന്നായിരിക്കും ആളുകൾ വിചാരിക്കുക. 40 വർഷമായി മാധ്യമ പ്രവർത്തനം എന്നുള്ളതല്ലായിരിക്കും ആളുകൾ ചിന്തിക്കുക. ഇതിന്റെ പിന്നിലുള്ള ഒരു അധോലോകം എന്ന് പറയുന്ന ഒരു റാക്കറ്റ് ഉള്ളത് നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അതിനെ ഉടച്ചേ സാധിക്കൂ. അപ്പൊ കുട്ടികളെ ആ രീതിയിൽ നയിക്കുക എന്നുള്ളതും അതിൽ പ്രധാനമാണ്. അപ്പോൾ നമ്മളിത് കുട്ടികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് ഒതുക്കി കാണാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നാലെ തുറമുഖത്തിന്റെ നിർണായക പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തേക്ക് ബെർത്ത് ചെയ്യുന്ന കപ്പലുകൾ നിയന്ത്രിക്കുന്ന വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം. മദ്രാസ് IIT-യുമായി ചേർന്ന് സോഫ്റ്റ്വെയർ വികസിപ്പിച്ചുപയോഗിക്കുന്ന ഏക തുറമുഖം എന്ന പ്രത്യേകത. നമുക്കിപ്പോൾ ഈ ഒരു ഇത്രയും വലിയൊരു വീഡിയോ വാൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഏത് കപ്പലാണ് ഏത് സമയത്താണ് നമ്മുടെ കരക്ക് അടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു 3D മോഡലിംഗ് ആണ് അതിൽ ഇപ്പോൾ നിങ്ങൾ അവിടെ കാണുന്നത്. സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. അപ്പോൾ ഈ വെഹിക്കുലർ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇവിടുത്തെ കൺട്രോളേഴ്സ് എല്ലാവരും ഉള്ളത്. ഇതൊരു ഇന്റലിജന്റ് സൊല്യൂഷൻ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും. ഡോക്കിൽ കണ്ടെയ്നറുകളുടെ നീക്കങ്ങൾ തീരുമാനിക്കുന്ന കണ്ടെയ്നർ പ്ലാനിംഗ് സെന്ററും ആദ്യമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക്. ഓട്ടോമേറ്റഡ് ക്രെയിൻ കൺട്രോളിംഗ് ഉള്ള സൗത്ത് ഏഷ്യയിലെ ആദ്യത്തെ പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം. ക്രെയിനുകളുടെ റിമോട്ട് ഓപ്പറേഷൻ സെന്ററിന്റെ പ്രവർത്തനവും വിഴിഞ്ഞം MD വിവരിച്ചു. അപ്പൊ ഇവര് ഇവിടെ നിന്ന് ഇത് നമ്മുടെ ക്രെയിനുകൾ എങ്ങനെയാണ് ഒരു കണ്ടെയ്നറിനെ എടുക്കുന്നത്,
അത് മേളിലേക്ക് എത്ര ദൂരം കൊണ്ടുപോകും കംപ്ലീറ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ആണോ ഇത് എടുക്കുന്നതും വെക്കുന്നതും എല്ലാം? കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോമേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ആ ക്രെയിനിന്റെ മുകളിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്റർ ഇല്ല നമ്മൾ പറയുന്നത്. SKN40 പര്യടന സംഘത്തിന് വിഴിഞ്ഞം മാനേജ്മെന്റ് ഉപഹാരവും സമ്മാനിച്ചു. Best wishes for your journey. Yeah, thank you. And we are glad to host you here. Yeah, thank you. Thank you very much. 24 തിരുവനന്തപുരം. ഇതോടെ 24 പൂർണ്ണമാകുന്നു. നമസ്കാരം.